നമുക്കിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡെഫിനിഷൻസും നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരൻ ആരാന്നാണ്. ഓപ്ഷൻസ് പറയുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, എം.ടി. വാസുദേവൻ നായർ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഒ.എൻ.വി. കുറുപ്പ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. അപ്പോൾ നമുക്ക് ആർക്കാണ് ലഭിക്കാത്തതെന്ന് അറിയണമെങ്കിൽ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് നേടിയ മലയാളികൾ അവരുടെ പുരസ്കാര വർഷം പ്രധാന കൃതികളും നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയിരിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിനാണ്. 1965 അദ്ദേഹത്തിന് ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യ ജേതാവാണ് അദ്ദേഹം. ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിനാണ്. 1980 അദ്ദേഹത്തിന് ലഭിച്ചത്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന പിക്കോത്ത് നോവലിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് ലഭിച്ചത്. 1984 മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. കയറ്, ചെമ്മീൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അടുത്ത എം.ടി. വാസുദേവൻ നായരാണ്. 1995 അദ്ദേഹത്തിന് ലഭിച്ചത്. മലയാള നോവൽ, ചെറുകഥ രംഗങ്ങളിലേക്കുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത്. രണ്ടാമൂഴം, കാലം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അടുത്തത് ലഭിച്ചത് ഒ.എൻ.വി. കുറുപ്പിനാണ്. അദ്ദേഹത്തിന് 2007 ഇത് ലഭിച്ചത്. മലയാള കവിതയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്തത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 അദ്ദേഹത്തിന് ലഭിച്ചത്. 55ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മലയാള കവിതാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷണറുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് രാധാകൃഷ്ണൻ കമ്മീഷൻ, രംഗനാഥ മിശ്ര കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുഖർജി കമ്മീഷൻ എന്നുള്ള ഓപ്ഷൻ. ഇപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. അതായത് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ഇതിലെല്ലാ കമ്മീഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കമ്മീഷനുകൾ നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രീതികൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് രൂപീകരിച്ചുള്ള കമ്മീഷനുകളാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കമ്മീഷനുകൾ. അത് ഫസ്റ്റ് വരുന്നതാണ് ഹണ്ടർ കമ്മീഷൻ. 1882 വരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനും അതിൻ്റെ ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും ശുപാർശ ചെയ്തിട്ടുള്ളൊരു കമ്മീഷനാണിത്. അടുത്തത് സാർഡർ കമ്മീഷൻ. 1917-19 കാലഘട്ടത്തിലുള്ളതാണ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടും. സർവകലാശാല വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള സ്കൂൾ വിദ്യാഭ്യാസം 12 വർഷമായിട്ട് ഇത് നിർദ്ദേശിച്ചു. അടുത്ത ഹാർഡോവ് കമ്മിറ്റിയാണ്. ഇത് 1929 കമ്മിറ്റിയായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നതിനും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കമ്മീഷനുകൾ നോക്കാം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് വിദ്യാഭ്യാസം നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷനുകൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ആദ്യം തന്നെ വരുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948-49 കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടും. അതായത് ഇതിൻ്റെ മറ്റൊരു പേരാണത്. ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾക്കായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഈ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC സ്ഥാപിതമായിട്ടുള്ളത്. അടുത്ത തന്നെ മുതാലിയർ കമ്മീഷൻ 1952-53 കാലഘട്ടത്തിലുള്ളതാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളിലെ ഘടനാപരമായ മാറ്റങ്ങൾക്കും സാങ്കേതിക സ്കൂളുകൾ ആരംഭിക്കുന്നതുമാണിത് ശുപാർശ ചെയ്തത്. അടുത്തത് കോത്താരി കമ്മീഷനാണ്. 1964-66 കാലഘട്ടത്തിലുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണിത്. രാജ്യത്താകെ 10-2-3 എന്ന വിദ്യാഭ്യാസ രാജ്യം നടപ്പിലാക്കാനും GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കാനും ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കാനുമാണ് ഇത് ശുപാർശ ചെയ്തത്. ഇനി പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ നോക്കാം. ഈ കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കപ്പെട്ടു. അതിലൊന്നാമത്തെയാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ. 2005 ഇത് രൂപീകൃതമായത്. സാം വിദ്യാരാജയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഒരു വിജ്ഞാന സമൂഹമായി മാറ്റുന്നതിനാണ് ഇൻ്റർനെറ്റ് അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും ഗവേഷണങ്ങൾക്കുമാണിത്
മുൻഗണന നൽകിയിട്ടുള്ളത്. അടുത്താണ് ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020. നിലവിലെ പുതിയ വിദ്യാഭ്യാസ നയമാണിത്. പഴയ 10+2 എന്ന രീതിക്ക് പകരം 5+3+3+4 എന്ന പുതിയ ഘടനയാണിത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻസിലുണ്ടായിരുന്ന ബാക്കി 2 കമ്മീഷൻസ് എന്തിനുള്ളതായിരുന്നു എന്ന് നോക്കാം. രംഗനാഥ് മിശ്ര കമ്മീഷൻ എന്തായിരുന്നെന്ന് വെച്ചാൽ അതൊരു ദേശീയ മതഭാഷ ന്യൂനപക്ഷ കമ്മീഷനായിരുന്നു. ഇന്ത്യയിലെ മതപരവും ഭാഷാപരവുമായ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക സമിതിയായിരുന്നു ഇത്. അതിന് അധ്യക്ഷൻ ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. അതുകൊണ്ടാണിത് രംഗനാഥ മിശ്ര കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത്. രൂപീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ 2004 അവർ റിപ്പോർട്ട് സമർപ്പിച്ചത് മെയ് 2007 ഇവരുടെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു വെച്ചാൽ ന്യൂനപക്ഷ സംവരണവും മുസ്ലിം സംവരണം, മതപരിവർത്തനം ചെയ്ത ദളിതരുടെ സംവരണം, പട്ടികജാതി പദവി നിർദ്ദേശമാക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഈ കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ എന്ന് പറയുന്നത്. മുഖർജി കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ദുരൂഹമായ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് ഭാരത സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക അന്വേഷണ കമ്മീഷനായിരുന്നു ഈ മുഖർജി കമ്മീഷൻ. സുപ്രീം കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് മനോജ് കുമാർ മുഖർജിയുടെ നേതൃത്വത്തിലാണ് അധ്യക്ഷനായിട്ടാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 1999 ഇത് രൂപീകരിച്ചത്. അവർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് 2005 ഇവരുടെ പ്രധാന കണ്ടെത്തലുകളെന്ന് പറഞ്ഞാൽ ഈ നേതാജി വിമാനാപകടത്തിലല്ല മരിച്ചതെന്നുള്ള ഒരു വാദത്തെ അവർ തള്ളി. പിന്നെ ചിതാഭസ്മം നേതാജിയുടേതല്ല എന്നുള്ളതും സുരക്ഷിതമായി രക്ഷപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇവർ കണ്ടെത്തിയത്. പക്ഷേ പിന്നീട് ഇവരുടെ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കാതെ തള്ളുകയാണ് ഉണ്ടായത്. അടുത്ത ക്വസ്റ്റ്യൻ, ചിപ്കോ പ്രസ്ഥാനം എന്തുമായിട്ട് ചേർത്ത് വായിക്കാം? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഖനന നിയന്ത്രണം, പശ്ചിമഘട്ട മലനിരകളിലെ നക്ഷത്രാമകളുടെ സംരക്ഷണം, യമുന നദിയിലെ രാസമലിനീകരണം തടയൽ, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പദ് നശീകരണം തടയുന്നത്. ആൻസർ D ആണ്. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് 1970 നടന്ന ഇന്ത്യയിൽ നിന്നൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ സമരമാണ്. 1973 നടന്നിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ചമേലി എന്ന് പറയുന്നിട്ടുള്ള ജില്ലയിലാണ് ഇത് നടന്നിട്ടുള്ളത്. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. പ്രധാന നേതാക്കളായിരുന്നത് സുന്ദർലാൽ ബഹുഗുണയും ഷട്ടി പ്രസാദ് ഭട്ടും ഗൗരദേവിയായിരുന്നു. വനനശീകരണത്തിനെതിരായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണ സമരമായിരുന്നത്. മരങ്ങൾ വെട്ടുന്നത് തടയാൻ ജനങ്ങൾ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സംരക്ഷിച്ചു. സ്ത്രീകളുടെ വൻതോതിലുള്ള പങ്കാളിത്തം ഈ സമരത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള സവിശേഷതയായിരുന്നു. ഈ സമരം ഒരു വിജയകരമായിട്ടുള്ള ഒരു സമരമായിരുന്നു. ഇതുമൂലം ഹിമാലയ മേഖലയിൽ 15 വർഷത്തേക്ക് മരം വെട്ടാൻ നിരോധിക്കാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ഏത് വർഷമാണെന്നാണ്. 1937, 1936, 1930, 1935 എന്നുള്ള ഓപ്ഷനിൽ ആൻസർ 1937 അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കേരള സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത് 1937 സ്ഥാപകൻ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെയാണ് ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ പേരാണ് തിരുവിതാംകൂർ സർവകലാശാല എന്നുള്ളത്. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 1957 സർവകലാശാലയുടെ പേര് കേരള സർവകലാശാല എന്നാക്കി മാറ്റിയത്. കേരളത്തിലെ ആദ്യകാല സർവകലാശാലകളിൽ ഒന്നാണിത്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സർവകലാശാലയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്.